രാജാവ് അപ്പോൾ ചോദിച്ചു, എങ്കിൽ എങ്ങനെയാണ് നിന്നെ കൊല്ലുക? ആ ബാലൻ പറഞ്ഞു, എല്ലാ ജനങ്ങളെയും നിങ്ങൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടുക, എന്നെ ഒരു മരത്തിൽ കെട്ടുക, എന്റെ അമ്പെടുത്തുകൊണ്ട് ബാലന്റെ റബ്ബായ അള്ളാഹുവിന്റെ നാമത്തിലെന്ന് പറഞ്ഞ് എന്റെ നേർക്ക് അമ്പെയ്യുക. രാജാവ് അങ്ങനെ ചെയ്തു. കാരണം രാജാവിന് എങ്ങനെയെങ്കിലും അവന്റെ മുന്നിൽ ജയിക്കണമായിരുന്നു. അങ്ങനെ ആയിരക്കണക്കിന് ജനങ്ങളുടെ മുന്നിൽ വെച്ച് രാജാവ് വിളിച്ചു പറഞ്ഞു, ബാലന്റെ റബ്ബായ അള്ളാഹുവിന്റെ നാമത്തിലെന്ന് പറഞ്ഞ് അമ്പെയ്തു. ബാലൻ ഷഹീദായി. പക്ഷേ ബാലന്റെ മരണത്തോടെ താൻ വിജയിച്ചെന്ന് കരുതിയ രാജാവിന് തെറ്റി. അവിടെയാണ് രാജാവ് അക്ഷരാർത്ഥത്തിൽ പരാജയപ്പെട്ടത്. ജനങ്ങൾ മുഴുവൻ ഒരേ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ ബാലന്റെ റബ്ബിൽ വിശ്വസിക്കുന്നു, ഞങ്ങൾ ബാലന്റെ റബ്ബിൽ വിശ്വസിക്കുന്നു. ബാലനെ കൊല്ലാൻ ശ്രമിച്ച രാജാവ് ഒരു രാജ്യത്തെ മുഴുവൻ വിശ്വാസികളാക്കി മാറ്റി. കോപാകുലനായ രാജാവ് വലിയ കുഴികൾ കുഴിപ്പിച്ചു, അവയിലൊക്കെയും തീ ആളിക്കത്തിച്ചു. തുടർന്ന് ഒരു പ്രഖ്യാപനവും നടത്തി, ഒന്നുകിൽ വിശ്വാസം ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ ഈ തീയിലേക്ക് ചാടുക. അങ്ങനെ ഓരോരുത്തരായി ആ തീക്കുണ്ടത്തിലേക്ക് ചാടി. ഒടുവിൽ അവസാനം ഒരു കൈക്കുഞ്ഞുമായി ഒരു ഉമ്മ വന്നു. തീയിലേക്ക് നോക്കിയപ്പോൾ തന്റെ കുഞ്ഞിനെ ഓർത്ത് ഒരു നിമിഷം ആ ഉമ്മ പതറി. അപ്പോഴാണ് അള്ളാഹു ആ കുഞ്ഞിനെ സംസാരിപ്പിച്ചത്. ഉമ്മേ, ഭയപ്പെടരുത്, നിങ്ങൾ സത്യത്തിന്റെ പാതയിലാണ്. ആ കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് തീയിലേക്ക് ചാടിക്കൊണ്ട് ആ ഉമ്മ ചരിത്രത്തിലേക്ക് ഉയർന്നു. സത്യം ജയിക്കുന്നത് ശക്തി കൊണ്ടല്ല, ത്യാഗം കൊണ്ടാണ്. ഒരു രാജാവിന് ഒരു ബാലന്റെ ശരീരം കൊല്ലാൻ കഴിഞ്ഞു, പക്ഷെ അവന്റെ വിശ്വാസത്തെ കൊല്ലാൻ കഴിഞ്ഞില്ല. അധികാരം ചരിത്രം ഏതുമായിരിക്കാം, പക്ഷേ ത്യാഗമാണ് ചരിത്രത്തിൽ ജീവിക്കുന്നത്. ഇന്നും ആ ബാലന്റെ കഥ ഖുർആനിലെ സൂറത്തുൽ ബുറൂജിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്.